സോ നമ്മുടെ കാറ് 3M കാർ വാഷ് ഷാമ്പു കൊണ്ടൊന്ന് കഴുകിയാലോ. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നൊരു ഷാമ്പു ആണ്. ഇതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. വണ്ടി കഴുകാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ പൂച്ച വണ്ടിയുടെ മുകളിൽ കയറിയിരിക്കുന്നു. പക്ഷേ വണ്ടിയുടെ സൈഡുകളിലൊക്കെ നല്ല അഴുക്കുണ്ട്. ഈ വീലിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ ദിവസമായി വണ്ടി കഴുകിയിട്ട്. സോ അത്യാവശ്യം അഴുക്കുണ്ട്. ഇപ്പോൾ ബോണ്ടയിലും മുകളിലും ബാക്കിലൊക്കെ അഴുക്കുണ്ട്. സോ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്യാം. അകത്താണെങ്കിലും മാറ്റിലൊക്കെ മണ്ണും പൊടിയൊക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് കഴുകിയിട്ട് നമുക്ക് തിരിച്ച് സെറ്റാക്കി. ഒന്ന് ഫസ്റ്റ് നമുക്ക് വൈപ്പറൊന്ന് ഓപ്പൺ ആക്കി വെക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വണ്ടി കാർ വാഷിൽ മാത്രം കൊടുത്ത് കഴുകത്തുള്ളൂ എന്ന്. പക്ഷേ എന്നാൽ അങ്ങനെയല്ല. വണ്ടി ഇടയ്ക്കൊന്ന് ഞാനും കഴുകാറുണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്ക് കൈ കൊണ്ട് കഴുകിയിട്ടും ശരിയാവാത്ത കേസിൽ മാത്രമേ ഉള്ളൂ നമ്മൾ വാക്യൂമിങ് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ. പിന്നെ അണ്ടർ ബോഡി വാഷ് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ സർവീസ് സെൻ്ററിൽ കൊടുത്ത് വാഷ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് ഫുൾ കഴുകി വിടാം. അപ്പോൾ നമ്മുടെ ആ പൊടിയും അഴുക്കും ഒക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് സോപ്പ് വെച്ച് കഴിയുമ്പോൾ ഇച്ചിരി ഈസി ആയിരിക്കും. ശരിക്കും ഡേർട്ട് ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം വാഷ് ചെയ്യുന്നത്. ജസ്റ്റ് പ്ലെയിൻ വാട്ടർ വെച്ചൊന്ന് കഴുകിയാൽ മതി. നമുക്ക് പ്രഷർ വാഷർ ഉണ്ടെങ്കിൽ ആ ഗൺ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് നല്ല കുറച്ചുകൂടെ നന്നായിട്ട് അഴുക്ക് പോവും. ഞാൻ ജസ്റ്റ് നമ്മുടെ നോർമൽ ടാപ്പ് വാട്ടർ വെച്ച് നമ്മുടെ കൈയുടെ പ്രഷർ കൊണ്ട് വെള്ളം ഒഴിച്ചു വിടുന്നു. എല്ലായിടത്തും കവർ ചെയ്യണം. വീലുകളിലും കവർ ചെയ്യണം. എന്നാലേ ആ വീലിലെ അഴുക്കൊക്കെ സോക്ക് ആവത്തുള്ളൂ. നമ്മുടെ 3Mൻ്റെ ഷാമ്പു നമ്മൾ ഓൾറെഡി ബക്കറ്റിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫോമുള്ളൊരു ഷാമ്പു ആണ്. നമ്മളിപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ കാണാൻ സാധിക്കും. അടിപൊളി ഫോമാണ്. നല്ല ബബിൾസൊക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്ക് ഫോം കാണിച്ചു തരാം. കണ്ടില്ലേ? സോ ഇതാണ് നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇത് കഴുകാൻ വേണ്ടി മാത്രമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ക്ലോത്താണ്. ഒരെണ്ണമേ ഉള്ളൂ. ഒരു സൈഡിൽ മാത്രമേ അങ്ങനെ നമുക്ക് ബ്രിസിൽസ് പോലെ കാണാൻ സാധിക്കൂ. ഇത് രണ്ടും ആമസോണിൽ നിന്നാണ് വാങ്ങിച്ച്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ നമ്മൾ ഗ്ലാസ് ഏരിയ ഒക്കെ ഒന്ന് കഴുകുന്നു. കാണാൻ സാധിക്കും. ഞാൻ തന്നെയാണത്. നിങ്ങൾ എന്നെ മിക്കവാറും അൺബോക്സിങ്ങിലായിരിക്കും കണ്ടിട്ടുള്ളത്. ഇതാണ് ഞാൻ. സോ വണ്ടി നമുക്ക് ബോണറ്റും ഫ്രണ്ട് വിൻഷീൽഡും ഒക്കെ ഒന്ന് വാഷ് ചെയ്യാം. എപ്പോഴും നമ്മൾ ഈ ഒരു ഫാഷനിലായിരിക്കണം നമ്മൾ കൈ നീക്കേണ്ടത്. അതർവൈസ് നമുക്ക് ഈ സോൾ മാർക്സ് വണ്ടിയിൽ വീഴുന്നതായിരിക്കും. സോ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം നമ്മൾ വണ്ടി വാഷ് ചെയ്യേണ്ടത്. ഹെഡ് ലൈറ്റ്സും ഒക്കെ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു POV ഷോട്ട് ആയാലോ. നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഗ്ലാസും ഡിക്കി ഏരിയയും കൂടെ നമ്മളിപ്പോൾ വാഷ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഫ്രണ്ട് ഭാഗമൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പോൾ ഈ ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വണ്ടി കഴുകാൻ സാധിക്കും. ഇപ്പോൾ ലൈറ്റ് പോയതുകൊണ്ട് നമുക്ക് ഫ്ലാഷ് ഇട്ട് തന്നെ നമുക്ക് കഴുകാം. കണ്ടില്ല അഴുക്ക് വീഴുന്നത്. ഈ ക്ലോത്തും ഈ ഷാമ്പുവും വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വളരെ എഫക്റ്റീവാണ്. ഈസി ആയിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ സാധിക്കും. നമ്മുടെ നോർമൽ മൈക്രോ ഫൈബർ ക്ലോത്തിനെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്ററാണ് ഈ ടൈപ്പ് ഓഫ് ക്ലോത്ത്. നമ്മളിങ്ങനെയല്ല നമ്മുടെ വണ്ടി വാഷ് ചെയ്യേണ്ടത്. നമ്മൾ ഒന്നെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് വേണം എപ്പോഴും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ സോൾ മാർക്സ് വീഴും. അപ്പം നമ്മളിനി ടയർ കഴുകാൻ വേണ്ടിയിട്ട് വേറൊരു ക്ലോത്ത് എടുത്തു. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ വേറൊരു ബ്രഷ് വെച്ചിട്ടാണ്. ആ ബ്രഷ് എൻ്റെ കയ്യിലില്ല. സോ നമ്മൾ ഈ ക്ലോത്ത് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. വേറൊരു ക്ലോത്ത് ആയിരിക്കണം എന്ന് മാത്രം. വണ്ടി കഴുകുന്ന ക്ലോത്ത് വെച്ച് ഇത് ചെയ്യരുത്. വേറെ സെപ്പറേറ്റ് ക്ലോത്തിന് കീപ്പ് ചെയ്യുക. കണ്ടില്ലേ അഴുക്ക് കണ്ടില്ലേ? സോ നമുക്ക് വീണ്ടും ഒന്ന് വാഷ് ചെയ്താലോ. നമ്മൾ ടാപ്പൊക്കെ ഓൺ ചെയ്തു. ആൻഡ് ഹിയർ വി ഗോ. സോപ്പ് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വാഷ് ചെയ്യുന്നത്. പ്രഷർ വാഷർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം.
അപ്പോൾ വണ്ടി ഫുള്ളായിട്ട് വെള്ളം കൊണ്ട് കവർ ചെയ്തു. അപ്പോഴാണ് ഞാൻ ഓർത്ത മാറ്റ് കഴുകാൻ വിട്ടുപോയി. അപ്പോൾ മാറ്റ് ഞാൻ കഴുകി ഗേറ്റിൽ തൂക്കിയിട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോഫൈബർ ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, സോ ദാറ്റ് സോൾ മാർക്സ് വീഴത്തില്ല. മൈക്രോഫൈബർ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് അബ്സോർവ് ചെയ്യും, സോ വെള്ളമൊന്നും നിൽക്കത്തില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സെറാമിക് കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ വെള്ളം അധികം അങ്ങനെ സ്റ്റേ ചെയ്യത്തില്ല. ഏതായാലും ഇതിനും നമ്മളൊരു സെപ്പറേറ്റ് ക്ലോത്ത് കീപ്പ് ചെയ്യാം. സോ നമുക്ക് ടോട്ടൽ ഒരു 3-4 ക്ലോത്ത്സ് വേണ്ടി വരും. മൈക്രോഫൈബർ ക്ലോത്ത് തന്നെ എപ്പോഴും ചൂസ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പക്ഷേ ഇത് ഇച്ചിരി ചെറിയ ടവൽ പോലെ എനിക്ക് തോന്നുന്നത്. ഇച്ചിരി സൈസുള്ള ടവലാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കഴുകാൻ സാധിക്കും. സോ നമ്മൾ വൈപ്പേഴ്സൊക്കെ ഒന്ന് തുടച്ചു ആൻഡ് തിരിച്ച് പ്ലേസ് ചെയ്തു. വാഷർ ലെവൽ ഓക്കെ ആയതുകൊണ്ട് ഞാൻ അത് ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഓൺ ചെയ്തിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് നീക്കിയിടുവാണ്. കാരണം ഇച്ചിരി ബാക്കിലിട്ടാൽ മാത്രമേ ഫ്രണ്ടൊക്കെ ഒന്ന് വണ്ടിക്ക് കഴുകാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ.